ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടോയ് മൊബൈൽ ഫോണാണ്. ഞാൻ ആദ്യം തന്നെ ഇതേപോലെ ഒരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള വലുപ്പത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 6.5 അതേപോലെ 13.5 ഒരു 12.5-13 ആ ഒരു അളവിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിന് എത്രത്തോളം വലിപ്പം വേണം എന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ വലിപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫോണിൻ്റെ വലിപ്പം തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ അത്രയും വലുത് വേണ്ട, ചെറുത് മതി, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആണെങ്കിൽ ഇതിലും ചെറുതായിട്ട് എടുക്കുമ്പോൾ ഒരു ദീർഘചതുരമായിട്ട് എടുക്കുക, സമചതുരം ആവാണ്ടിരിക്കാൻ നോക്കുക. ബ്ലാക്ക് കളറിലെ ക്രയോൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു 4 അറ്റവും ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് നിങ്ങൾക്ക് കളർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാലും ഈ 4 അറ്റം മതി, കാരണം നമ്മൾ അതിൻ്റെ മീതെ വേറെ പേപ്പർ ഒട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 4 അറ്റവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കളറിലും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ പേപ്പർ യൂസ് ചെയ്യാം. ആ ബ്ലാക്ക് കളറിലെ ക്രയോണിന് പകരം കളർ പേപ്പർ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ആക്രിലിക് കളറിലെ പെയിൻറ്റ് കൊണ്ട് ബ്ലാക്ക് കളർ കൊണ്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഫോണിൻ്റെ അടയാളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പുറകിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ബ്ലാക്ക് കളർ വരക്കാത്ത ഭാഗത്ത് വേണം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ നിങ്ങൾ ഒട്ടിക്കാത്ത ഭാഗത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ, അതായത് ഫോണിൻ്റെ ബാക്കിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ബാക്കിൽ എങ്ങനത്തെയൊക്കെ വേണമെന്ന് വെച്ചാൽ അതേപോലെയൊക്കെ വരച്ചെടുക്കുക. നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്തൊക്കെ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പാറ്റേൺ പേപ്പറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ബാക്ക് വശം കാണാനായിട്ട്. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വെച്ചത്. എനിക്ക് പ്ലെയിനാണ് ഇഷ്ടം. ഫോണിൻ്റെ ആ ഒരു ബാക്ക് വശം പ്ലെയിൻ ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്തത്. പിന്നെ ഇതാ ഇതേപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഒരു സൈഡും കൂടി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതേപോലെ ഒരു നമ്മൾ ആ ഒരു ചാർജ് ചെയ്യാനുള്ളൊരു സംഭവമായിട്ട് അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ് ഇതേപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാലാവസ്ഥയുടെ ഇത് എൻ്റെ ഫോണിൽ ഉണ്ടാവാറുണ്ട്, നമ്മുടെ അരികത്തുള്ള പ്ലേസസിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഗൂഗിളിൻ്റെ ആ ഒരു 3 സംഭവമുണ്ട്. ഗൂഗിൾ ആ ഒരു സ്കാൻ ചെയ്യാനുള്ളതും വോയിസ് സെർച്ചും അതൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് ഉണ്ട്, പിന്നെ വാട്സപ്പ് ഉണ്ട്, ഫയലുണ്ട്, ക്ലോക്ക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പൊക്കെ വരച്ചപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ കളറിലെ സ്കെച്ച് പേനോ അല്ലെങ്കിൽ സദാ പേനോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഭംഗിയായിട്ട് വന്നില്ല. ക്രയോൺസ് കൊണ്ട് ചെയ്തിട്ട് വൈറ്റ്നർ കൊണ്ടാണ് ആ ഉള്ളിലത്തെ ആ ഫോണിൻ്റെ ചിഹ്നമൊക്കെ വരച്ചു കൊടുത്തത്. പിന്നെ നമുക്ക് ആ 3 കീസൊക്കെ ഉണ്ട്. അതുപോലെ ഫയല്, മെസ്സേജ്, കോണ്ടാക്റ്റ്, ക്യാമറ, ഇതൊക്കെ ഉണ്ട്. പിന്നെ 3 കീസ് ഉണ്ട്, നമ്മുടെ ആ ഒരു ബാക്ക് അടിക്കുന്നതും റീസെൻ്റ് എടുക്കുന്നതൊക്കെ ആയിട്ടുള്ളത്. പിന്നെ സ്ലൈഡ് ചെയ്യാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മേൽക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മുകളിലൊരു ക്യാമറയുണ്ട്, ആ ഒരു ഫ്രണ്ട് ക്യാമറ മുകളിലുണ്ട് കേട്ടോ. ബാക്ക് ക്യാമറ നമുക്ക് വേറെ റെഡിയാക്കാം. ഇതിൽ ഫുള്ള് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്രയോണും നമ്മുടെ പെന്നുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഞാനിത് ഇന്നലെ ഇരുന്ന് വരച്ചു കൊടുത്താണ്, ഇന്നലെ രാത്രി ഇരുന്ന് വരച്ചു കൊടുത്തതാണത്. അപ്പോൾ നമുക്കിതാ ഇതേപോലെ നമുക്ക് ആ ഒരു ബാക്കിൽ വന്ന ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്ലൂവും ബ്ലാക്കും പെന്നും വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. എന്നിട്ട് നമുക്കിത് മേൽക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഏകദേശം ഒരു സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഒരു ബാക്ക് ക്യാമറ കൂടി വേണമല്ലോ. അപ്പോൾ അതും ഞാൻ എൻ്റെ ഫോണിൻ്റെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ട്രൈഡ് വിക്ക് അയക്കാനുള്ള ഇൻസ്റ്റാ ഐഡിയും മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് അയക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 റെഡിയായി. അപ്പോൾ നമ്മുടെ ഫോൺ റെഡി ആയിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ഐഡിയ. പിന്നെ നമുക്ക് ഇതേപോലെ സൈഡിൽ വെക്കാനായിട്ട് ആ ഒരു കീ വേണ്ടേ, വോളിയം കീയും അതേപോലെ ലോക്ക് ചെയ്യുന്ന കീയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ, ആ ഒരു കളർ പേപ്പർ തന്നെ ഇതേപോലെ ഒന്ന് ചെറുതായി മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിലും അതേപോലെ വീതി കുറഞ്ഞും കിട്ടും. എന്നിട്ട് നമുക്ക് അത് ഇത് മേൽക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക, പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറായ ഹനയും ഹിബയും ഹായ് പറയുമെന്ന് ചോദിച്ചിരുന്നു. ഹായ് ഹിബ, ഹായ് ഹന. ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. രണ്ടും ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടാനായിട്ട് ഇത്തിരി പ്രയാസം ഉണ്ടായി. എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചപ്പോൾ അത് ഒട്ടണുണ്ടായി, കാരണം എൻ്റെ കൈമ പശ ഉള്ളതുകൊണ്ട് അത് വീണ്ടും എൻ്റെ കൈയുടെ കൂടെ തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോവുകയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ആപ്പിൻ്റെയൊക്കെ ആ ഒരു വരക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ആപ്പുകളുടെ മാത്രമേ പിക്ക് വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വെക്കാം. മസ്റ്റായിട്ടൊരു ക്യാമറ വെക്കാൻ മറക്കരുത്. അതേപോലെ ആ ഗൂഗിളിൻ്റെയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അതാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഒരു ഫോണിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന്
ലൈക്ക് ചെയ്തേക്കുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് എഴുതി അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക്